ഹായ് ഫ്രണ്ട്സ്, ഹോം മേക്കേഴ്സ് ഹബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതെന്തുവാ ഞാൻ കാച്ചാൻ പോകുന്നേ? മോര് കറി. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഞങ്ങൾക്കൊക്കെ മോര് കറി കാച്ചാൻ അറിയാമല്ലോ, ഇതെന്തോ ഇത്രയും വലിയ വിഷയമാക്കണേ. അപ്പോൾ അല്ല, ഞാൻ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഇടുന്നേ അത് ഞാൻ കാണിച്ചു തരാം. ഓണമൊക്കെ വരാൻ പോവല്ലേ, അപ്പോൾ നല്ല അടിപൊളി ഒരു മോര് കറിയൊക്കെ കാച്ചണ്ടേ. അപ്പോൾ നമുക്ക് ഇതിന് എന്തൊക്കെ അരയ്ക്കാൻ വേണ്ടി നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഒരു ഹാഫ് കപ്പ് തേങ്ങയാണ്. ഹാഫ് കപ്പ് തേങ്ങ, പിന്നെ ഇത് 3 കൊച്ചുള്ളി, ഇത് കറിവേപ്പില, ഇത് ഒരു 3-4 വെളുത്തുള്ളി, പിന്നെ ഇത് ഹാഫ് ടീസ്പൂൺ മഞ്ഞൾ, ഇത് 3 കഷ്ണം ഇഞ്ചി, ഇത് 2 പച്ചമുളക്, ഇത് ഹാഫ് ടീസ്പൂൺ ജീരകം. അപ്പോൾ ഇവരെ എല്ലാവരും നമുക്കൊന്ന് അരച്ചുകൊണ്ട് വരണ്ടേ, നല്ല നൈസായിട്ട് അരയ്ക്കണം. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ അരച്ചുകൊണ്ട് വരാം. അപ്പോൾ ഇതിന് നമുക്ക് കടുക് വറുക്കണ്ടേ, മോരിനൊന്ന് സുന്ദരിയാക്കണ്ടേ നമുക്ക്. അപ്പോൾ നമുക്ക് എന്താ കടുക് വറുക്കാൻ വേണ്ടിയത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടിയത് ഒരു 7 കൊച്ചുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. അത് റൗണ്ടായിട്ട് അരിഞ്ഞ് വെച്ചേക്കുക. വെളുത്തുള്ളി ഇഞ്ചി പറഞ്ഞാൽ വെളുത്തുള്ളി ഒരു 7-8 വെളുത്തുള്ളി ഉണ്ട്. ഇഞ്ചി ഒരു 3 കഷ്ണം ഇഞ്ചി ഞാൻ നേരെ അരിഞ്ഞ് സ്ലൈസായിട്ട് വെച്ചിട്ടുണ്ട്. ഇതാ നമ്മുടെ വറ്റൽമുളക് നമുക്ക് ഒരു ഗ്രാനിഷ് ചെയ്യാം. അന്നേരം നമ്മുടെ മോരൊന്ന് കാണാൻ സുന്ദരിയായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അരച്ചുകൊണ്ട് വരാം. ഓക്കെ, കമോൺ. അപ്പോൾ ഫ്രണ്ട്സ്, ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്, പാൻ അടുപ്പത്ത് വെച്ചു. അപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട്, ഒരു 2 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചൂടായിട്ട്, എണ്ണ ചൂടാവണം, വെളിച്ചെണ്ണയാണ് ഒഴിച്ചേക്കണേ. അപ്പോൾ അത് ചൂടായിട്ട് നമുക്ക് അതിലോട്ട് ഒരു സ്പൂൺ കടുക് ഇടാം. കടുക് പൊട്ടണം. അതിൻ്റെ കൂടെ കുറച്ച് ഉലുവ, കുറച്ച് മതി, അത് വേണ്ട. ഉലുവ ചിലർ പൊടിയിടും, ഞാൻ ഉലുവായിട്ടാണ് ഇടുന്നത് ഫുള്ളായിട്ട്. കടുക് പൊട്ടണം. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ എടുത്ത് വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇല്ലേ, അതും കൂടി നമുക്ക് ചേർക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചുമക്കണം. ഇപ്പോൾ കൊച്ചുള്ളിയും കൂടി ഇടണം. ഗ്യാസ് ഇച്ചിരി സ്പീഡിൽ വെച്ചാലും കുഴപ്പമില്ല, ഹൈ ഫ്ലെയിമിൽ വയ്ക്കണം. അത് കഴിഞ്ഞ് ചുമന്ന് വരുമ്പോഴത്തേന് നമുക്ക് ലോ ആയിട്ട് വെച്ചാൽ മതി. അപ്പം നമുക്ക് ഇച്ചിരി സ്പീഡിൽ വെക്കാം. പിന്നെ ഞാൻ നേരത്തെ അരച്ച് വെച്ചില്ലേ, അരച്ച് വെച്ച് ഞാൻ ഈ മോരിനകത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്, തൈരിനകത്ത് മിക്സ് ചെയ്ത് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ചിലർ ഈ കടുക് വറുക്കുന്നതിന് അങ്ങ് തേങ്ങ അരച്ചിലിടും, പക്ഷെ ഞാൻ തൈരിനകത്ത് മിക്സ് ചെയ്ത് വെക്കും. എങ്ങനെ ആയെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ മോര് കറിയിൽ നിങ്ങൾ ഇടാനുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ടില്ലെങ്കിൽ ഒരു ടേസ്റ്റ് വരത്തില്ല. വെളിച്ചെണ്ണയ്ക്കകത്ത് തന്നെ കടുക് വറുക്കണം. മോര് നമുക്ക് ഒരു ഒഴിക്കാൻ ഡിഷാണ്. അപ്പോൾ അത് നല്ലപോലെ നമ്മൾ കറിയാക്കിയാലേ കൊള്ളത്തുള്ളൂ, എല്ലാ ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട്. ഇത് തേങ്ങ അരച്ചയാണ്, അതുകൊണ്ട്. അപ്പോൾ തേങ്ങ അരച്ച് പറയാം 4-5 ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിൽ, അധികം മെമ്പറാണെങ്കിൽ അവർക്ക് എല്ലാവർക്കും 2 ദിവസത്തേനും 3 ദിവസത്തേനൊക്കെ കാണും യൂസ് ചെയ്യുക. തേങ്ങ അരയ്ക്കാത്ത മോരുണ്ട്, അത് ഞാൻ അടുത്ത വീഡിയോ ഞാൻ ഇടാം. ചിലർക്ക് മോര് കറി മാത്രം മതി ചോറുണ്ണാൻ, നല്ലൊരു മോര് കറി ആണെങ്കിൽ.
നിങ്ങൾക്ക് ഓഫീസിൽ കൊണ്ടുപോകാം, സ്കൂളിലും കൊണ്ടുപോകാം. അത് നിങ്ങൾക്ക് ഒരാഴ്ച വരെ ഇത് വെച്ചേക്കാം. ഇത് ചൂടാറിയിട്ട് നിങ്ങൾക്ക് ഫ്രിഡ്ജിലോട്ട് കുപ്പിയിൽ ജാറിൽ ഒഴിച്ച് നിങ്ങൾക്ക് വെച്ചേക്കാം. ഒരു കേട് വരത്തില്ല. വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് കുപ്പിയെടുത്ത് പുറത്ത് ഒരു 4-5 മണിക്കൂർ മുമ്പേ പുറത്തെടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇച്ചിരി ചെറുതായിട്ട് ചൂടാക്കണം, കാരണം തേങ്ങ വറുക്കുമല്ലോ നമ്മൾ. അപ്പോൾ നമ്മുടെ ഉള്ളി ചുമന്നിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ കൂടെ ഒരു വറ്റൽമുളക് എടുത്ത് വെച്ച് വറ്റൽമുളക് ഇടാം. അപ്പോൾ അതിൻ്റെ കൂടി 1 ടീസ്പൂൺ മുളക് പൊടി ഉള്ളതുകൊണ്ടാണ് ഞാൻ തേങ്ങ അങ്ങനെ ഇടാൻ, അല്ലെങ്കിൽ മൂത്തങ്ങ് പോവും, ഒത്തിരി ഡാർക്ക് കളറാവും. അപ്പോൾ ഇങ്ങനെ ഇട്ടാൽ നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ അരച്ച് വെച്ച് തൈര് ഇതിലോട്ട് ചേർക്കാം. ചിലർക്ക് കുറുക്കി തൈരാണ് ഇഷ്ടം, ചിലർക്ക് വെള്ളം പോലാണ് ഇഷ്ടം. പക്ഷേ കുറുക്കി വെച്ച് നല്ലതായിരിക്കും. അത് കഴിക്കാനും നല്ലതാണ്. ഇവിടെ കുറുക്കിയാണ് ഇഷ്ടം ഞങ്ങൾക്ക് എല്ലാവർക്കും. അപ്പോൾ ഇത് ഒത്തിരി അങ്ങ് ചൂടാൻ നിൽക്കല്ലേ, തിളച്ച് പോവല്ലേ, ആവശ്യത്തിന് ആവി വരും. അപ്പോഴത്തേക്ക് അങ്ങ് സ്ലോ ആക്കണം. സ്ലോ ആക്കിയിട്ട് നമുക്ക് നിരത്തി വെക്കണം. ഇത് ഒത്തിരി തിളച്ച് പോയാൽ ഇത് പിരിഞ്ഞു പോകും. പിരിഞ്ഞു പോയാൽ ഒരു രസം കാണത്തില്ല കഴിക്കാൻ. അപ്പം അതിലോട്ട് നമുക്ക് ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില ഞാൻ അരച്ചിട്ടുമുണ്ട്. അരച്ചാൽ നമുക്ക് ടേസ്റ്റ് കിട്ടും. പച്ചമുളകും ഞാൻ അരച്ചിട്ടുണ്ട്. ചിലർ പച്ചമുളക് കടുക് വറുക്കണേനിടും. അപ്പം ഞാൻ അരയ്ക്കണേനാണ് എടുക്കണേ. എല്ലാവർക്കും ഓരോരോ ചോയ്സാണ് അല്ലേ. അപ്പോൾ ഇത് ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട്. വീഡിയോയിൽ ആവി വരുന്നു എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ആവി വരുന്നുണ്ട്. ഇവിടെ അമ്മയൊക്കെ പറയും ഇങ്ങനെ ഇളക്കിയാൽ മതി, ഇങ്ങനെ എടുത്തിങ്ങനെ ഇതുപോലെന്ന്. അപ്പോൾ അത് എന്തോ പിരിഞ്ഞു പോകുന്നൊക്കെയാണ് പറയണേ, എനിക്കറിയത്തില്ല. അപ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇത് 2-3 ദിവസം നിങ്ങൾക്ക് വെച്ച് കഴിക്കാം. ഒരു ചൂട് ചോറിൽ ഇത് ഒഴിച്ച് കഴിച്ചാൽ ഇത് തന്നെ മതി, വേറെ കൂട്ടാനില്ലെങ്കിൽ. ഇതൊരു ഒഴിച്ച് കറിയായിട്ട് കൂട്ടിയാൽ. അപ്പോൾ ഇത് മോര് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ബൗളിലോട്ട് സെർവ് ചെയ്ത് വെക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ മോര് കറി റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്യുക. ഓണമൊക്കെ വരുന്നതല്ലേ. അപ്പോൾ ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കൺ കൂടി അമർത്തുക. ഒരു തംസ് അപ്പ് കൂടി തരാം. പിന്നെ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ഓണം. അപ്പോൾ പിന്നെ ഒരു പുതിയ റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരാം. ടാറ്റാ.